ഈ ക്ലാസ്സിൽ എക്സസൈസ് 11.2-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ? ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെയാണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷനിൽ വരുന്നതെന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ എ ജോബ് ആൻഡ് ദ ടൈം ടു കംപ്ലീറ്റ് ദ ജോബ്. അത് ഇൻവേഴ്സ് ആണോ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ എൻ്റെ വീടൊന്ന് പെയിൻ്റ് അടിക്കണം. അപ്പോൾ പെയിൻ്റ് അടിക്കാനായിട്ട് നമ്പർ ഓഫ് വർക്കേഴ്സ്, അപ്പോൾ അവർ പറഞ്ഞു നമ്പർ ഓഫ് വർക്കേഴ്സ് 2 പേര് വന്നു. പെയിൻ്റ് അടിക്കാനായിട്ട് 2 പേരാണ് വന്നത്. അപ്പോൾ അത് എടുത്ത ഡേയ്സ് എത്ര ഡേയ്സ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്? ഒരു 10 ഡേയ്സ് കൊണ്ടാണെന്ന് വിചാരിക്കാം. 2 വർക്കേഴ്സാണ് വന്നത് പെയിൻ്റ് അടിക്കാനായിട്ട്. അപ്പോൾ അത് പെയിൻ്റ് അടിച്ച ആ വീട് തീർന്നപ്പോൾ എത്ര ദിവസം എടുത്തു? 10 ഡേയ്സ് എടുത്തു. അപ്പോൾ അതല്ലേ പറഞ്ഞു വർക്കറും അതിൻ്റെ ടൈമും. അതേസമയം അപ്പോൾ എനിക്ക് അടുത്ത പ്രാവശ്യം പിന്നെ ഒരു പ്രാവശ്യം പെയിൻ്റ് അടിക്കണമെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി 2 വർക്കറാണെങ്കിൽ 10 ഡേയ്സ് എടുക്കും. അപ്പോൾ അത്രയും ഡേയ്സ് എനിക്ക് ഇല്ല, എനിക്ക് എത്രയും പെട്ടെന്ന് അത് പെയിൻ്റ് അടിച്ചേനോന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു? 7 വർക്കേഴ്സ് വന്നു. എത്ര? 7 വർക്കേഴ്സ്. അപ്പോൾ 2 വർക്കേഴ്സായിരുന്നു പറഞ്ഞത്. അപ്പോൾ അന്നേരം എടുത്തത് 10 ഡേയ്സ് ആയിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് ഇത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞപ്പോൾ അവരെന്താ 7 വർക്കേഴ്സാണ് വന്നത്. 7 വർക്കേഴ്സ് വരുമ്പോൾ ഒരു 3 ഡേയ്സ് കൊണ്ട് തീർന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ 2 വർക്കറായിരുന്നു, അപ്പോൾ 10 ഡേയ്സാണ് എടുത്തത്. അതേസമയം വർക്കേഴ്സിൻ്റെ നമ്പർ കൂടിയപ്പോൾ അല്ലേ 2-ൽ നിന്നും 7 ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ ഡേയ്സ് എന്തായി? 10-ൽ നിന്നും 3-ലേക്ക് കുറഞ്ഞു. വർക്കേഴ്സിൻ്റെ എണ്ണം കൂട്ടി. 2-ൽ നിന്നും 7 വർക്കേഴ്സ് ആയപ്പോൾ ഡേയ്സ് 10-ൽ നിന്നും 3 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇതെന്ത് പ്രൊപ്പോർഷനാണ്? ഇൻവേഴ്സ് അല്ലേ? ഒരെണ്ണം കൂടുമ്പോൾ മറ്റേത് കുറയുകയാണെങ്കിൽ അതിനെന്ത് പറയാം? ഇൻവേഴ്സ്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ എ ജോബ് ആൻഡ് ദ ടൈം ടു കംപ്ലീറ്റ് ദ ജോബ്. അതെന്ത് പ്രൊപ്പോർഷനാണ്? ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണെന്ന് നമുക്ക് പറയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ ടൈം ടേക്കൺ ഫോർ എ ജേർണി ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ യൂണിഫോം സ്പീഡ്. അതായത് ഒരു യാത്രയ്ക്കെടുത്ത ടൈമും അതിൻ്റെ ഡിസ്റ്റൻസും ഏത് പ്രൊപ്പോർഷനാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് സ്പീഡ് എന്തിലാ? യൂണിഫോം സ്പീഡാണ് തന്നിരിക്കുന്നത്. യൂണിഫോം സ്പീഡ് എന്ന് വെച്ചാൽ സ്പീഡ് രണ്ടിലും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ടൈമും ഡിസ്റ്റൻസും. അപ്പോൾ ടൈമിന് ഞാൻ ടി എന്നും ഡിസ്റ്റൻസിന് ഞാൻ ഡി എന്നും എഴുതിയിട്ടുണ്ട്. ഇനി ടൈം 1 അവറിൽ ഒരു 25 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ടൈം എത്രയാണ്? 1 അവർ. 1 അവർ കൊണ്ട് ഞാൻ 25 കിലോമീറ്ററാണ് ട്രാവൽ ചെയ്തത്. ഇനി അങ്ങനെയാണെങ്കിൽ യൂണിഫോം സ്പീഡ് എന്ന് പറയുമ്പോൾ ആ സെയിം സ്പീഡിൽ തന്നെ 2 അവറിൽ എത്ര ട്രാവൽ ചെയ്യാൻ പറ്റും? 50 കിലോമീറ്റർ. ഇവിടെ നോക്കി 1 അവറിൽ നിന്ന് 2 അവറിലേക്ക് ഇൻക്രീസ് ചെയ്തു. 1 അവർ ഉണ്ടായിരുന്നത് 2 അവറിലേക്ക് ഇൻക്രീസ് ചെയ്തപ്പോൾ ഡിസ്റ്റൻസും 25 കിലോമീറ്ററാണ്. ആദ്യം 1 അവർ കൊണ്ട് 25 കിലോമീറ്ററാണ് സഞ്ചരിച്ചത്. സെക്കൻഡ് കേസിൽ 2 അവർ കൊണ്ട് 50 കിലോമീറ്റർ. അപ്പോൾ 1 അവറിൽ നിന്ന് 2 അവറായിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ ഡിസ്റ്റൻസ് എന്തായി? 25-ൽ നിന്ന് 50-ലേക്ക് ഇൻക്രീസ് ചെയ്തു അല്ലേ? അപ്പോൾ ടൈം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഡിസ്റ്റൻസും ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേതും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് പ്രൊപ്പോർഷനാണ്? ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് യൂണിഫോം സ്പീഡ്. നമ്മൾ ഈ 1 അവറിന് ഉപയോഗിച്ച അതേ സ്പീഡ് തന്നെയായിരിക്കും 2 അവർ ട്രാവൽ ചെയ്തപ്പോഴും ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് ഇൻവേഴ്സ് അല്ല. എന്ത് പ്രൊപ്പോർഷനാണ്? ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. അപ്പോൾ സെക്കൻഡ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ അല്ല. തേർഡ് ക്വസ്റ്റ്യൻ ഏരിയ ഓഫ് കൾട്ടിവേറ്റഡ് ലാൻഡ് ആൻഡ് ദ ക്രോപ്പ് ഹാർവസ്റ്റഡ്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഏരിയയിൽ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് 1 ഏക്കർ ഉണ്ട്. ആ 1 ഏക്കർ ലാൻഡിൽ റൈസാണ് നട്ടിരിക്കുന്നത്. റൈസിൻ്റെ ഹാർവസ്റ്റാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്നത് 1 ടണ്ണാണ്. വിളവെടുത്തപ്പോൾ അത് ഹാർവസ്റ്റ് ചെയ്തപ്പോൾ 1 ഏക്കറിൽ എത്ര ടൺ കിട്ടി? 1 ടൺ. അതേസമയം ആ ഏരിയ 1 ഏക്കറിന് പകരം എനിക്ക് 2 ഏക്കർ ഉണ്ടെന്ന് വിചാരിക്കാം. 2 ഏക്കർ ലാൻഡ് ഉണ്ടെങ്കിൽ അവിടെ എത്ര ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റും? 2 ടൺ. അപ്പോൾ ഒരു സ്പേസിൽ, ഇപ്പോൾ നമുക്കറിയാം ഒരു ചെറിയ സ്പേസിൽ നമ്മളിപ്പോൾ ചെടികളുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും നടാൻ പറ്റുള്ളൂ. അതേസമയം ഒത്തിരി കൂടുതലുള്ള സ്പേസ് ആണെന്നുണ്ടെങ്കിലോ നമുക്ക് ഒരുപാട് അതിൽ കൃഷി ചെയ്യാൻ പറ്റും അല്ലേ? ഈ ചെറിയ സ്പേസിനേക്കാളും കൂടുതൽ വലിയ സ്പേസിൽ നമുക്ക്
വിളവെടുക്കാൻ പറ്റും. അപ്പോൾ അത് എന്ത് പ്രൊപ്പോർഷനാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 1 ഏക്കർ എന്നുള്ളത് 2 ഏക്കറിലേക്ക് ഇൻക്രീസ് ചെയ്തപ്പോൾ നമുക്ക് ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് 1 ടൺ ഉണ്ടായിരുന്നത് നമുക്ക് 2 ടണ്ണായിട്ട് കിട്ടി. അപ്പോൾ ഒന്ന് ഇൻക്രീസ് ചെയ്തപ്പോൾ മറ്റേതും ഇൻക്രീസായി അല്ലേ. ഒന്ന് ഇൻക്രീസ് ചെയ്തപ്പോൾ അതായത് ഏരിയ ഓഫ് ലാൻഡ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഏരിയ ഓഫ് ലാൻഡ് കൂടിയപ്പോൾ എന്ത് കിട്ടി? ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്തതും കൂടുതലായിരുന്നു. അപ്പോൾ ഇതെന്ത് പ്രൊപ്പോർഷനാണ്? ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ് അല്ലേ. ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടുകയാണെങ്കിൽ അത് ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഇത് നമ്മൾ ചോദിച്ചെങ്കിൽ ഇൻവേഴ്സ് ആണോ എന്നാണ്. അപ്പോൾ ഇത് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ അല്ല. 4th question, the time taken for a fixed journey and the speed of the vehicle. അപ്പോൾ ഒരു യാത്രയ്ക്ക് എടുക്കുന്ന ഒരു ഫിക്സ് ആയിട്ടുള്ള ജേർണിക്ക് എടുക്കുന്ന ടൈമും അതിൻ്റെ വെഹിക്കിളിൻ്റെ സ്പീഡും തമ്മിലുള്ള പ്രൊപ്പോർഷനാണ് കാണേണ്ടത്. അത് ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണോ എന്ന്. ഇവിടെ തന്നിരിക്കുന്നത് സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ സ്പീഡ് നമുക്ക് വ്യത്യാസം വരുത്താം. നമ്മൾ സെക്കൻഡിൽ നമ്മൾ പറഞ്ഞത് യൂണിഫോം സ്പീഡ് എന്നാണ്. യൂണിഫോം സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സെയിം സ്പീഡിൽ തന്നെയായിരിക്കും യാത്ര ചെയ്യുന്നത്. ഇവിടെ 4th നമ്മൾ വരുമ്പോൾ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ആ സ്പീഡിൽ ചേഞ്ചസ് വരാം. അപ്പോൾ ടൈമും അതിൻ്റെ സ്പീഡും. അപ്പോൾ ഫിക്സഡ് ജേർണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് അല്ലേ, അതൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ജേർണിയാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ അച്ഛൻ കൊണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ പോകുന്നത് 30 മിനിറ്റ്സും കൊണ്ടാണ് എത്തുന്നത്. 30 മിനിറ്റ്സിൽ ആണ് എത്തുന്നത് സാധാരണ ഒരു സ്പീഡിൽ പോകുമ്പോൾ. ഇനി നമ്മളെങ്ങാനും ലേറ്റായിപ്പോയെങ്കിൽ എന്ത് ചെയ്യും? സാധാരണ സ്പീഡിലായിരിക്കില്ല നമ്മൾ പോകുന്നത്. അച്ഛൻ എന്ത് ചെയ്യും? വണ്ടി ഒന്ന് സ്പീഡിൽ വിടും അല്ലേ. അപ്പോൾ സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇത്തിരി സ്പീഡ് കൂട്ടി വിടും. അപ്പോൾ സ്പീഡ് കൂട്ടി വിടും നമുക്ക് 30 മിനിറ്റ്സിൽ എത്തേണ്ട സംഭവം ചിലപ്പോൾ 15 മിനിറ്റ്സിൽ എത്തും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ സ്പീഡ് കൂടുമ്പോൾ സ്പീഡ് നമ്മൾ കൂട്ടുകയാണെങ്കിൽ എത്തേണ്ട ടൈം കുറച്ച് മതിയാവും അല്ലേ. സ്പീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ സ്പീഡ് കൂട്ടിയാണ് വിടുന്നുണ്ടെങ്കിൽ എത്തേണ്ട സമയം കുറച്ച് മതി അല്ലേ. നമുക്ക് സ്പീഡ് കൂട്ടിയപ്പോൾ എന്തായി? 15 മിനിറ്റ്സ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കുറച്ച് മതി. അപ്പോൾ ഇതെന്ത് പ്രൊപ്പോർഷനാണ്? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. അപ്പോൾ സ്പീഡ് കുറവാണെങ്കിലോ, സ്പീഡ് കുറവിലാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ സമയം കൂടുതലെടുക്കും. കണ്ടോ? അപ്പോൾ ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടും, അല്ലെങ്കിൽ ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. അങ്ങനെ വരുന്ന പ്രൊപ്പോർഷൻ എന്താണ്? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. അതുകൊണ്ട് നമുക്ക് 4th ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയാം? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. അപ്പോൾ ഈ സെക്കൻഡ് കേസിലും 4th കേസിലും നമ്മൾ നോക്കണം ഇങ്ങനെ തന്നിരിക്കുന്നത് യൂണിഫോം സ്പീഡാണോ അല്ലെങ്കിൽ സ്പീഡ് മാത്രമാണോ തന്നിരിക്കുന്നതെന്ന് നോക്കുക. ഓക്കെ. ഇനി 5th ക്വസ്റ്റ്യൻ, ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ആൻഡ് ദ ഏരിയ ഓഫ് ലാൻഡ് പെർ പേഴ്സൺ. അപ്പോൾ ഒരു കൺട്രിയിലെ പോപ്പുലേഷനും അവിടെ പെർ പേഴ്സൺ കിട്ടുന്ന ഏരിയയും തമ്മിലുള്ള പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം പോപ്പുലേഷൻ കൂടുമ്പോൾ പേഴ്സണ് കിട്ടുന്ന ലാൻഡ് എന്തായിരിക്കും? പെർ പേഴ്സൺ കിട്ടുന്ന ലാൻഡ് കുറവായിരിക്കും അല്ലേ. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലാൻഡ് കുറവായിരിക്കും. ഇപ്പോൾ ഇത്രയുള്ള ലാൻഡ് ഇത് 2 പേർക്കായിട്ടാണ് കൊടുക്കണമെങ്കിലോ ഒരു 5 സെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു 5 സെൻറ്റ് സ്ഥലം അത് 2 പേർക്കായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇത്ര വെച്ച് കിട്ടും. അതേസമയം ഒരു 4 പേർക്കായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ എന്ത് പറ്റും? ഈ 5 സെൻറ്റ് തന്നെ 4 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ മുറിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇത്ര നോക്കി ഒരാൾക്ക് ഈ ഒരു സ്പേസ് കിട്ടുള്ളൂ. കണ്ടോ? ചെറിയൊരു സ്പേസ് ആയിപ്പോയി. അപ്പോൾ ആദ്യ തുടക്കത്തിൽ എന്തായിരുന്നു? ഒരു സ്പേസ് 2 പേർക്കായപ്പോൾ ഒത്തിരി സ്ഥലം കിട്ടി. അതേസമയം വീണ്ടും ഡിവൈഡ് ആളെണ്ണം കൂടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടി കുറവാണ് കിട്ടിയത്. അപ്പോൾ ഇതിനെന്ത് പറയാം? എന്ത് പ്രൊപ്പോർഷനാണെന്ന് മനസ്സിലായി? ഇൻവേഴ്സ്. കാരണം പോപ്പുലേഷൻ കൂടുമ്പോൾ കിട്ടുന്ന ലാൻഡിൻ്റെ ഏരിയ കുറവായിരിക്കും. അപ്പോൾ ഇത് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. നമുക്കിതിൽ 1st, 4th, 5th ആണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷനായിട്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.